യഥാർത്ഥ ആരാധന പൂർത്തീകരിക്കപ്പെടുന്നത് നാം നമ്മുടെ സഹോദരനോട് അനുരഞ്ജനപ്പെടുമ്പോഴാണ്. നമ്മുടെ കർത്താവിൻ്റെ ഗിരിപ്രഭാഷണത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: ആകയാൽ നീ ബലിപീഠത്തിൽ വഴിപാടർപ്പിക്കുവാൻ വരുമ്പോൾ അവിടെ വച്ച് നിന്റെ സഹോദരന് നിന്റെ നേരെ വല്ല വിരോധവും ഉള്ളതായി ഓർമ്മ വന്നാൽ നിന്റെ വഴിപാട് അവിടെ ബലിപീഠത്തിൻ്റെ മുമ്പിൽ വെച്ചിട്ട് ആദ്യം പോയി നിന്റെ സഹോദരനോട് നിരന്നുകൊള്ളുക. പിന്നെ വന്ന് നിന്റെ വഴിപാട് കഴിക്കുക. സമസൃഷ്ടിയോട് തൻ്റെ സഹോദരനോട് വിദ്വേഷം പുലർത്തുന്ന വ്യക്തിയുടെ വഴിപാടുകൾ ദൈവസന്നിധിയിൽ സ്വീകാര്യമല്ല. അതിനാൽ മറ്റുള്ളവരെയും നമ്മയും തമ്മിൽ അകറ്റുന്ന സകല വിരുദ്ധതകളെയും അകറ്റുവാൻ നാം കടപ്പെട്ടവരാകുന്നു. പരിശുദ്ധനായ പൗലോസ്ലീഹ റോമർക്കെഴുതിയ ലേഖനത്തിൽ ഇപ്രകാരം നമ്മെ ഓർപ്പിക്കുന്നു: ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ സകല മനുഷ്യരുടെ മുമ്പിൽ യോഗ്യമായത് മുൻകരുതി കഴിയുമെങ്കിൽ നിങ്ങളാലാവോളം സകല മനുഷ്യരോടും സമാധാനമായിരിപ്പിൻ. ഇന്ന് സമൂഹത്തിൽ ദൃശ്യമാകുന്ന ഭിന്നതകളുടെയും കൊലപാതകങ്ങളുടെയും പ്രധാന കാരണം സ്നേഹത്തിൻ്റെ അഭാവവും പകയുമാണ്. സ്നേഹം തടയപ്പെടുന്നതും സൗഹൃദ ബന്ധങ്ങൾ നഷ്ടപ്പെടുത്തുന്നതും ദയയും കാരുണ്യവും ജീവിതത്തിൽ വറ്റിപ്പോകുന്നതും പകയുടെ അനന്തരഫലങ്ങളാണ്. ആകയാൽ ഈ പരിശുദ്ധ നോമ്പിലൂടെ നമ്മിൽ നിന്നും പകയുടെയും വിദ്വേഷത്തിൻ്റെയും അനുഭവങ്ങളെ തുടച്ചു നീക്കി സ്നേഹത്തിൻ്റെയും അനുരഞ്ജനത്തിൻ്റെയും യഥാർത്ഥ ആരാധകരായി നമുക്ക് മാറാം. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു. ഞങ്ങളിൽ പകയോ വിദ്വേഷമോ ഉണ്ടെങ്കിൽ അവയെ പൂർണ്ണമായി ഞങ്ങളുടെ ജീവിതത്തിൽ നിന്നും തുടച്ചു നീക്കി സ്നേഹത്തിൻ്റെ വാഹകരായി ഞങ്ങളെ നയിക്കണമേ. അനുരഞ്ജനത്തിലൂടെ സത്യാരാധനാ സമൂഹമായി ഞങ്ങളെ അവിടുന്ന് രൂപാന്തരപ്പെടുത്തണമേ. ആമേൻ.